It is said that you can remove the odd by introducing God in the equation. നമ്മുടെ ജീവിതത്തിലെ ചില പോരായ്മകളെ മാറ്റുവാനായിട്ട് ദൈവത്തെ നമ്മുടെ ആ ഒരു ഇക്വേഷനിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്ന് പിന്നെ കേട്ടിട്ടുണ്ട്. And this is a study which we are in the series is absolutely befitting to this statement. ഈ ഒരു വാചകത്തിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വചന പഠനമാണല്ലോ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. We do in the situations which is called so-called odd, but when we introduce God in our equation, odd situations, so-called odd, becomes grace, and that has an amazing flavor altogether. നമുക്ക് പരിചിതമല്ലാത്ത ചില സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ ഇരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് ദൈവത്തെ ഉൾപ്പെടുത്തി കഴിയുമ്പോൾ അത് കൃപയുടെ സമയങ്ങളായി ദൈവം മാറ്റുന്നു എന്നുള്ളതാണ്. As last week we discussed a verse from Psalm 23. കഴിഞ്ഞ ആഴ്ച നമ്മൾ സങ്കീർത്തനം 23 നിന്നുള്ള വാക്യമാണല്ലോ ചിന്തിച്ചത്. And we are in the series of the same Psalm. ആ ഒരു സങ്കീർത്തനത്തിന്റെ തുടർ പഠനം തന്നെയാണ് നാം ഇപ്പോൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. We had our introductory remarks made things very clear that this psalm is nothing but a psalm of encouragement in the midst of fear. ഈ സങ്കീർത്തനത്തോടനുബന്ധിച്ച് ആമുഖമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. ഈ സങ്കീർത്തനം എന്ന് പറയുന്നത് ഭീതിയുടെ സമയങ്ങളിൽ നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഒരു വാക്യങ്ങളായിട്ട് അല്ലെങ്കിൽ സങ്കീർത്തനമായിട്ട് അതായിരിക്കുന്നു. And this psalm has an amazing connotation in the song altogether. ഈ ഒരു സങ്കീർത്തനം എന്ന് പറയുന്നത് ഒരു പാട്ട് എന്ന രീതിയിൽ തന്നെ അത് ചേർന്ന് ഇരിക്കുന്ന ഒന്നായിട്ടിരിക്കുന്നു. That means it has a chorus and also it has a few stanzas. അതില് കോറസും അതുപോലെ ചരണവും എല്ലാം പല്ലവിയും ചരണവും എല്ലാം ചേർന്നിരിക്കുന്നതായിട്ട് നമ്മൾ കാണുകയുണ്ടായി. So verse 1 is the chorus of the entire song. അതിന്റെ പല്ലവിയായിട്ട് അതിന്റെ ഒന്നാം വാക്യത്തെ നാം കണ്ടു. And 2, 3, 4, 5 are the stanzas. അതിന്റെ 2 മുതൽ 5 വരെയുള്ളത് അതിന്റെ ചരണങ്ങളായിട്ട് ഇരിക്കുന്നു. Some scholar even say that verse 1 and verse 6 are the chorus of this particular song. ഈ ഒരു പാട്ടിന്റെ അതിന്റെ പല്ലവിയായിട്ട് അതിന്റെ 1ഉം 2ഉം 6ഉം വാക്യങ്ങൾ 1ഉം 6ഉം വാക്യങ്ങളായിരിക്കുന്നു. But I buy that notion because I don't buy that notion because when he is ending the psalm, he is summarizing the whole verse at the fag end of the stanza. അതിനെ ഞാൻ ഇങ്ങനെ ക്രോഡീകരിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അതിന്റെ എല്ലാത്തിന്റെയും അന്തസത്ത അവസാന വാക്യത്തിലേക്ക് സങ്കീർത്തനകാരൻ കൊണ്ടുവരികയാണ്. So it comes out as one of a beautiful song which has encouraged the millions and the generation all across the human race. ആ ഒരു സങ്കീർത്തനം എന്നുള്ളത് അല്ലെങ്കിൽ ആ പാട്ട് മനോഹരമായിട്ടുള്ള എൻകറേജ് ചെയ്യുന്ന അല്ലെങ്കിൽ ധൈര്യപ്പെടുത്തുന്നതും പ്രചോദനം നൽകുന്നതുമായിട്ടുള്ള അനേകം തലമുറകൾക്ക് പ്രചോദനം നൽകുന്ന വാക്യങ്ങളായിട്ടായിരിക്കുന്നു. So chorus is, the Lord is my shepherd and I will lack nothing. അതിന്റെ പല്ലവി എന്ന് പറയുന്നത് യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. I will have no need of anything if the Lord is my shepherd. യഹോവ എന്റെ ഇടയനാകുന്നുവെങ്കിൽ എനിക്ക് ഒന്നിനും കുറവില്ല, ഒന്നും ആവശ്യമില്ല. So last week we saw the first part of it, the fear, the fear of insecurity, which brings a lackness, and that psalmist, when we compare that with the life of our Lord and with the life of the disciples, it was so evident that our Lord is amazing shepherd, a good shepherd, with whom if you have any uncertainty, you will lack nothing. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും അനിശ്ചിതത്വങ്ങൾ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ
കർത്താവിന്റെ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശുക്രിസ്തു നല്ല ഇടയൻ എന്നതിന്റെ ആസ്പദമാക്കി ആ ഭയം നമ്മിൽ നിന്ന് മാറ്റുന്ന ഒരു ഇടയനായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. So today we are going to get into little more deep in this psalm and going to find out the fear, the aspect of fear, the fear of insecurity. ഇന്ന് കുറച്ചുകൂടെ ആഴത്തിലേക്ക് നമുക്ക് മറ്റു വാക്യങ്ങളിലേക്ക് കടന്നുകൊണ്ട് ഭയത്തിന്റെ മറ്റൊരു തലത്തിൽ അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥയുടെ ഭയം എന്ന വിഷയത്തിലേക്ക് നമുക്ക് ചിന്തിക്കാമെന്ന് വിചാരിക്കുക. David is saying in verse 3 that he renews the strength. He guides me in the righteous path for his name's sake. മലയാളത്തിൽ അതിങ്ങനെയാണ് 3-ാം വാക്യം, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. I am not very satisfied with the Malayalam translation. I was going through with a number of translation and it all had something different altogether. മലയാളത്തിലുള്ള പരിഭാഷയ്ക്ക് അത്രത്തോളം നല്ല ഭംഗി നമുക്ക് മനോഹരത്വം തോന്നുന്നില്ല. പക്ഷെ മറ്റു പരിഭാഷകൾ അല്ലെങ്കിൽ ഭാഷാന്തരങ്ങളിൽ അത് കുറച്ചുകൂടെ മനസ്സിലാകുന്ന രീതിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. The word he renews my strength. The word renews is again taken up in different connotation, in different translations. ഇംഗ്ലീഷിലെ മറ്റു പരിഭാഷകളിൽ നമുക്ക് റിന്യൂസ് അല്ലെങ്കിൽ പുതുക്കുന്ന, പ്രാണനെ പുതുക്കുന്നു എന്നുള്ള രീതിയിലാണ് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. In one translation which was so amazing, so encouraging, which says he rejuvenates my soul. മറ്റൊരു ഭാഷാന്തരത്തിൽ എന്റെ പ്രാണനെ പുതുമയിലേക്ക് നയിക്കുന്ന ഒരു കാര്യമായിട്ടാണ് അവിടെ കാണുന്നത്. And then it says he renews my strength. അവൻ എന്റെ ശക്തിയെ പുതുക്കുന്നവനാണ്. In some of the version it says he renews my soul. മറ്റു ഭാഷാന്തരങ്ങൾ മറ്റൊരിടത്ത് കാണുന്നത് അവൻ എന്റെ പ്രാണനെ പുതുക്കുന്നു. And in another translation it says he renews my life. മറ്റൊരു ഭാഷാന്തരത്തിൽ അവൻ എന്റെ ജീവിതത്തെ പുതുക്കുന്നു. The whole the complete, the complete context of the whole line is that he's reviving, or he's just renewing my older being and he's giving me something new in terms of my personality. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്ന ഏക കാര്യം എന്ന് പറയുന്നത് അവൻ നമ്മുടെ പ്രാണനെ ഒരു പുതുക്കത്തിലേക്ക്, പഴയ അവസ്ഥയിൽ നിന്ന് ഒരു പുതുക്കത്തിലേക്ക്, പുതിയ അവസ്ഥയിലേക്ക് അവൻ എത്തിക്കുന്നു എന്നുള്ളതാണ്. So I was something so strong, I was something so good, I was something so capable, but there had been some situation which demoralized me or made me brought me debacle in the life, and I was totally broken, and from there he is reviving me. ഞാൻ ഒരു പക്ഷേ നല്ലവനാണ്, ഞാൻ നല്ല ശക്തിയുള്ളവനാണ്, എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് കഴിയും. എന്നാൽ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ കഴിവില്ലാത്തവനും എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാതെ ഞാൻ പുറകിലേക്ക് വലിഞ്ഞ് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയാത്ത അവസ്ഥയിൽ ആ ഒരു നിമിഷത്തിലാണ് അവൻ പുതുമയിലേക്ക് നയിക്കുന്നത്. So the line which says in this way that he renews my strength or my life is something which I will love to buy. അവൻ എന്റെ പ്രാണനെ അല്ലെങ്കിൽ എന്റെ ജീവിതത്തെ പുതുക്കത്തിലേക്ക് നയിക്കുന്നു. How does that happen? എങ്ങനെയാണ് അത് സാധിക്കുന്നത്? That means there is an understanding which we must have, that is there was something which was not right in me. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് എന്തോ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശരിയല്ലാതായിരിക്കുന്നു. And because of not right in me, I am not in the proper strength to go to the right way. That is why the psalmist is saying that he renews my strength, my life, in order to
so that he can guide me to the righteous path or the right path. എന്റെ ജീവിതത്തിലെ എന്തോ ശരിയല്ലാത്ത കാരണത്താലാണ് എനിക്ക് ശരിയായ പാതയിലേക്ക് പോകാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് അവൻ എന്റെ ജീവിതത്തെ പുതുക്കി ആ ശരിയായ പാതയിലേക്ക് അവൻ എന്നെ നടത്തുന്നു. I am sure David had been writing this line with his experience. എനിക്ക് ഉറപ്പാണ് ദാവീദ് ഈ ഒരു സങ്കീർത്തനം എഴുതുന്നത് തന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ആയിരിക്കണം. And he has been in allegorically he's presenting the whole psalm as a in terms of sheep and the shepherd. അവൻ ഈ ദാവീദ് ഈ സങ്കീർത്തനം എഴുതുന്നത് തന്നെ അത് തന്നെയും അല്ലെങ്കിൽ ആടിനെയും ഒരു ആട്ടിടയനെയും കുറിച്ചാണല്ലോ. We know how does the shepherd takes care of the disabled or the deprived sheep. നമുക്കറിയാം ഒരു ആട്ടിടയൻ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ആ ഒരു മൃഗമായ ആടിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന്. Because the sheep is the most versatile, the most attacked animal in the entire animal kingdom. മൃഗങ്ങളുടെ കൂട്ടത്തിൽ മറ്റു മൃഗങ്ങളാൽ ആക്രമിക്കപ്പെടുവാനായിട്ട് ഏറ്റവും സാധ്യതയുള്ള ഒരു മൃഗമായിട്ട് ആടായിരിക്കുന്നു. It doesn't have any defense mechanism. It doesn't have any strength to take care of its opponent. It's a very foolish animal. അതൊരു സ്വന്തമായിട്ട് പ്രതിരോധിക്കാനായിട്ട് ശക്തിയില്ലാത്ത, അതിനുള്ള കഴിവ് അധികം ഇല്ലാത്ത ഒരു ജീവിയാണ്. അതൊരു ബുദ്ധി അധികം ഇല്ലാത്ത ഒരു ജീവിയായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. So the whole strength has to lie, the responsibility has to lie on the shepherd. ആയതിനാൽ തന്നെ മുഴുവനായിട്ട് അതിന്റെ ശക്തി അല്ലെങ്കിൽ അതിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് മുഴുവനായിട്ട് ആ ആട്ടിടയന്റെ കയ്യിലാണ് ആയിരിക്കുന്നത്. And this is the exact thing what David wants to bring before the world. ഇത് തന്നെയാണ് ദാവീദ് ജനങ്ങളിലെ അല്ലെങ്കിൽ ലോകത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ശ്രമിച്ച കാര്യം എന്ന് പറയുന്നത്. That we as a human being are absolutely nothing. മനുഷ്യർ in terms of our capacity, strength, but it's something where we need to depend on God for everything and for every needs. നമ്മുടെ ശക്തിയിൽ നാം ഒന്നുമില്ലാത്തവരാണ്, നമ്മുടെ കഴിവിൽ നാം ഒന്നുമില്ലാത്തവരാണ്, നാം മറ്റു പല കാര്യങ്ങൾ നാം ആശ്രയിക്കേണ്ടവരാണ് എന്ന് നമുക്കറിയാം. Therefore, as psalmists, we read in the scripture, there are ways when shepherd takes care of the mother sheep or the baby lamb or the weak ones in such a manner where he's controlling all other on the basis of these deprived ones. നമുക്ക് സങ്കീർത്തനത്തിലും അതുപോലെ വചനത്തിൽ പലയിടത്തും അവൻ പല ആടുകളെ അല്ലെങ്കിൽ തള്ളയാടുകളെ, ബലഹീനാവസ്ഥയിലുള്ള അല്ലെങ്കിൽ വാർദ്ധക്യത്തിലെത്തിയ ആടുകളെ ഒക്കെ അതിന്റെ കഴിവിന് അനുസരിച്ച് നയിക്കുന്നതായിട്ട് നമുക്ക് പല സ്ഥലത്തും വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. So shepherd has a higher responsibility to take care of this entire herd of sheep. ഒരു ആട്ടിടയനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഈ ഒരു ആട്ടിൻകൂട്ടത്തെ നയിക്കുക, അതിനെ നോക്കുക, ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. And as a shepherd, David knew this very well. ഒരു ആട്ടിടയൻ എന്ന രീതിയിൽ ഈ ഒരു കാര്യം ദാവീദിന് വ്യക്തമായി അറിയാം. And therefore he has been making a statement so profoundly that he as a shepherd will renews the strength of the feeble ones. അത് ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ വ്യക്തമായി ദാവീദ് അവിടെ പറയുകയാണ്, അവൻ എന്റെ പ്രാണനെ പുതുക്കുന്നു. And this had been an experience of David in his lifetime also. ദാവീദിന്റെ ജീവിതത്തിലും ഇത് താൻ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. When he made a wrong choice with Bathsheba, he had to go through a turmoil in his life. തന്റെ ജീവിതത്തിൽ താൻ ബത്ശേബയോടുള്ള ബന്ധത്തിൽ തെറ്റായ തിരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ വലിയ പ്രത്യാഘാതങ്ങളിലൂടെ താൻ കടന്നു പോകേണ്ടതായിട്ട് വന്നു. And God renewed his strength. എന്നിട്ട് ആ ഒരു അവസ്ഥയിൽ നിന്ന് ദൈവം അവനെ പുതുക്കിയതായിട്ട് നമുക്ക് അറിയുവാൻ കഴിയും.
In terms of the life in wilderness, God had been renewing him time and again when he was chased by Saul and his team. ശൗലിനാൽ ആട്ടി ഓടിച്ച് അല്ലെങ്കിൽ പിൻഗമിച്ച് അവൻ ഇങ്ങനെ കാട്ടിലൂടെ നടക്കുന്ന സമയത്തും ഈ ഒരു അനുഭവം കാണുവാനായിട്ട് കഴിയും. The same thing we see in the life of David when he was chased by Absalom, his own son, for the life. അബ്ശാലോമിനാൽ തന്റെ സ്വന്തം മകനാൽ തന്നെ താൻ ഓടി പോകേണ്ട അവസരം വന്നപ്പോഴും നമുക്കത് കാണുവാൻ കഴിയും. So he has been renewed time and again by God, and he's therefore could say so strongly that he renews my strength in order to walk, in order to take me to the right path for his purpose. ഇങ്ങനെയുള്ള ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദാവീദിനെ ഉറപ്പിച്ചു പറയുവാനായിട്ട് കഴിയും, ദൈവം അല്ലെങ്കിൽ അവൻ എന്നെ പുതുക്കത്തിലേക്ക് ശരിയായ പാതയിലേക്ക് അവൻ നടത്തി എന്നുള്ളത്. So the problem is, the situation is that you come to a situation. David also had come to a situation where he did not know what would be the next. ദാവീദും തന്റെ ജീവിതത്തിൽ അടുത്ത് എന്ത് സംഭവിക്കും എന്ന് അറിഞ്ഞുകൂടാത്ത പല സാഹചര്യങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. And that is why he is so confidently able to say that he renews my life, renews my soul, renews my strength to take me, to guide me to the righteous path. അതുകൊണ്ട് തന്നെ ദാവീദിന് അത് ഉച്ചസ്ഥരം വിളിച്ചു പറയുവാനായിട്ട് കഴിയും, അവൻ ദൈവം എന്നെ പുതുക്കത്തിലേക്ക്, എന്റെ ശക്തിയെ പുതുക്കുന്നവനാണ്, എന്റെ ജീവിതത്തെ പുതുക്കുന്നവനാണെന്ന് പറയുവാനായിട്ട് കഴിയും. But now I want to take you as an experience, your experience with the Lord in the same way. നാം നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഇതേ രീതിയിൽ ഇത് ചിന്തിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. I do not want that this story should remain the story of David and his relationship with God. നമ്മുടെ ദാവീദും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അതൊരു കഥയായിട്ട് ഇരിക്കുന്നില്ല. But I want you all to experience that this is a God who still is the same as he was with David. ദാവീദിനോടൊപ്പം ഇരുന്ന അതേ ദൈവം തന്നെ നമ്മളോടുള്ള ബന്ധത്തിലും നമ്മോടൊപ്പം ആയിരിക്കുന്നു എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. Now how can we be so confident about this? ഈ ഒരു വിഷയത്തിൽ നാം എത്രത്തോളം പ്രാഗൽഭ്യമുള്ളവരാണ്? How can I experience the Lord in the same way? Has he ever given me the example in his lifetime? ഞാൻ ഈ ഒരു രീതിയിൽ കർത്താവിനെ അനുഭവിക്കാനോ രുചിച്ചറിയാനോ എന്റെ ജീവിതത്തിൽ ശ്രമിച്ചിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ? No. How can has he ever given this confidence in his lifetime to the disciples or others? Sorry? When Jesus was alive, did he ever took care of his disciples or others in the same way, in order for him to be my Lord in the same way as David was for God? കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ ഈ രീതിയിൽ അവരെ പരിഗണിച്ചിരുന്നു, അവരെ നോക്കിയിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ടോ? Because most of us, we always struggle, we all understand our faith in brain. നാം പലപ്പോഴും നമ്മുടെ ബുദ്ധിഭൂഷയിലാണ് ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. But most of the time when we are in fear of insecurity, we struggle to experience the Lord as a shepherd, and we are unable to say that I don't want anything else than Lord as my shepherd. നാം പലപ്പോഴും ഭാവിയെ കുറിച്ചുള്ള അനിശ്ചിതത്തിൽ, അരക്ഷിത അവസ്ഥയിലായി ആ ഭയത്തിന് കീഴിലായിട്ട് ഈ ഒരു അനുഭവത്തിലേക്ക് വരാൻ കഴിയാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. And we are unable to experience Lord personally. ആ കർത്താവിനെ നാം വ്യക്തിപരമായി അനുഭവിക്കാൻ കഴിയാതെ ആയിരിക്കുന്നു. So my focus is purely bringing you to a level that we are able to experience the Lord as a shepherd, as the Lord our shepherd, so that we would be able to boldly say that I don't want except the Lord.
നാം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആ ഒരു അനുഭവത്തിലേക്ക് കർത്താവ് എന്റെ ഇടയനാകുന്നു എന്ന വ്യക്തിപരമായ ആ ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Now, I want to break up this whole thing in with 3 stories. മൂന്ന് കഥകളിലായിട്ട് അല്ലെങ്കിൽ മൂന്ന് ഘട്ടങ്ങളായിട്ട് ഞാൻ അതിനെ തിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. And with 3 stories, we will like to see the Lord's attitude on all these on dealing with these 3 stories. ഈ മൂന്ന് ഘട്ടങ്ങളിലും കർത്താവായ യേശു ക്രിസ്തു ഏത് രീതിയിലാണ് പ്രതികരിച്ചത് എന്നുള്ളതിനെ കുറിച്ചാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. And how did he deal with the insecurity of the people of that time? അന്ന് കർത്താവിന്റെ കാലത്തുണ്ടായിരുന്ന ആ വ്യക്തികളുടെ ഭാവിയെ കുറിച്ചുള്ള അരക്ഷിതാവസ്ഥയിൽ കർത്താവ് ഏത് രീതിയിൽ ഇടപെട്ടു എന്നതിനെ കുറിച്ചാണ് നോക്കുവാൻ പോകുന്നത്. Now, turn to the book of Gospel of John, chapter 5. നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് തിരിയാം. Chapter 5, verses 1 to 8. അതിന്റെ 5-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അതിന്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥെസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളം ഉണ്ട്. അതിന് 5 മണ്ഡപം ഉണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്തു നടക്കുക എന്ന് പറഞ്ഞു. Okay, this is a man who describes himself as a man with worthless. ഒരു ഉപയോഗവുമില്ലാത്ത അല്ലെങ്കിൽ കഴിവില്ലാത്ത ഒരാളായിട്ട് തന്നെ പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് നാം ഇവിടെ കാണുന്നത്. You look at his statements. അവൻ പറയുന്ന ഓരോ വാചകങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. Verse 6, അതിന്റെ 6-ാം വാക്യം, അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. Okay, so there is a man who is almost in his middle age. He is in his middle age, 39 years, right? He is there for 39 years, 38 years. നാം അവിടെ കാണുന്നത് അവൻ 38 വർഷമായിട്ട് അവിടെ കിടക്കുന്ന ഒരു രോഗിയായിട്ടാണ് നാം കാണുന്നത്. And then look at his, I don't know how was his life for 38 years. അവന്റെ ജീവിതം ആ 38 വർഷം എങ്ങനെ ആയിരുന്നു എന്ന് എനിക്ക് അറിയാൻ കഴിയുന്നില്ല. People would be just bringing and throwing some food on him, coins on him, and he would be having them. He would be filthy all through. അവൻ സമൂഹത്തിന് മുമ്പിൽ അല്ലെങ്കിൽ മറ്റു ആൾക്കാർ ആഹാര പദാർത്ഥങ്ങൾ ചിലപ്പോൾ അവന് ഇട്ടുകൊടുക്കുമായിരിക്കും, ചില നാണയങ്ങൾ അവന് എറിഞ്ഞു കൊടുക്കുമായിരിക്കും. ആ രീതിയിൽ പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കണം ആ മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. I'm sure you might have not seen such kind of people there in Kerala, but in North we quite often see the people lying on the signal, mostly on the signals. കേരളത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ അധികം കാണാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ഉത്തരേന്ത്യയിലേക്ക് പോകുമ്പോൾ അവരെ ഈ സിഗ്നൽ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഈ രീതിയിലുള്ള ആൾക്കാരെ നമുക്ക് പലയിടത്ത് കാണുവാനായിട്ട് കഴിയും. They will be lying there. അവർ അവിടെ തന്നെ കിടക്കുകയാണ്. They will be crippled. അവര് എഴയുന്നുണ്ടാവാം. They will be mutilating, no hands, no leg kind of people. അവർക്ക് അംഗവൈകല്യമുള്ളവരായിരിക്കാം. They will be shot with their they will not be able to walk at all. They'll be like a flesh lying on the street beside.
അവർക്ക് അനങ്ങുവാനോ അല്ലെങ്കിൽ സഞ്ചരിക്കുവാനോ യാതൊരു സാധ്യതയും ഇല്ലാതെ ഒരു മാംസപിണ്ഡം പോലെ തന്നെ അവരവിടെ കിടക്കുന്നുണ്ടാവും. But they will have a head, eyes. They will have a mouth. They will have ears, nose. Uh, they will be lying there, so അവരവിടെ filthy, so dirty. അവർക്ക് അവിടെ തികച്ചും വൃത്തിഹീനമായ ഒരു സാഹചര്യം, ഒരു തലയുണ്ട്, ഒരു കണ്ണുണ്ട്, ചെവിയുണ്ട്, മൂക്കുണ്ട് എന്നുള്ളത് അല്ലാതെ വേറെ പ്രത്യേകിച്ച് പറയത്തക്ക ഭംഗികളൊന്നുമില്ലാതെ വൃത്തിഹീനമായ ഒരു സ്ഥലത്തായിരിക്കും അവർ കിടക്കുന്നത്. And they expect the people, the passing by people, to just throw something on them so that they can be alive. അവിടെ കടന്നു പോകുന്ന ചിലരെങ്കിലും അവർക്ക് വേണ്ടുന്ന ആഹാരമോ അങ്ങനെ എന്തെങ്കിലും നൽകും എന്നുള്ള പ്രതീക്ഷയിൽ അവർ അവിടെ കിടക്കുകയാണ്. And with that kind of, they have no worth at all. അവർക്ക് പ്രത്യേകിച്ച് വലിയ മൂല്യങ്ങളോ അല്ലെങ്കിൽ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ആവശ്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. They do not value to the society also. അവർ സമൂഹത്തിന് വലിയ മൂല്യമുള്ളവരൊന്നുമല്ല. And people, those who pass by, don't even care. Sorry? People, those who pass by, they don't even care. അവിടെ അവരെ കടന്നു പോകുന്നവർ ഒരുപക്ഷെ അവരെ പരിഗണിക്കുക അല്ലെങ്കിൽ ശ്രദ്ധിക്കുക പോലും ഉണ്ടായിരിക്കത്തില്ല. A flesh is just lying. അവരൊരു മാംസപിണ്ഡം പോലെ അവിടെ സൈഡില് കിടക്കുകയാണ്. And those who notice, they just throw some coins or some food or some packets or something. അവരെ ശ്രദ്ധിക്കുന്നവർ ചിലപ്പോൾ ചിലർ നാണയങ്ങളോ അല്ലെങ്കിൽ ആഹാര പദാർത്ഥങ്ങളുടെ ശേഖരണം എന്തെങ്കിലും അവർക്ക് ഇട്ടുകൊടുക്കുമായിരിക്കാം. In simple terms, they are the beggars with the intense need. അവരൊരു ഭിക്ഷക്കാരെ പോലെ അവരെ ഏറ്റവും ആവശ്യം അർഹിക്കുന്ന അല്ലെങ്കിൽ ആവശ്യക്കാരായിട്ട് അവിടെ കിടക്കുന്നതായിട്ട് പറയുവാൻ കഴിയും. And this man who was there for 38 years was of the same kind. നാം ഇവിടെ വായിച്ച ഭാഗത്ത് 38 വർഷമായിട്ട് ആ രീതിയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെയാണ് കാണുന്നത്. And look at his frame of mind. ആ മനുഷ്യനെ കർത്താവിന്റെ കണ്ണുകൾ കൊണ്ട് അവിടെ നോക്കുമ്പോൾ no you look at his frame of mind, his attitude, his thought about himself. അവനെ കുറിച്ച് തന്നെ തന്റെ മനോഭാവം എന്താണെന്ന് നാം അവിടെ നോക്കുക. Read verse 7 please. 7ാം വാക്യം, രോഗി അവനോട്, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. He's saying, there is no one, there is no human heart, there is no one who could just push me to the water. Can you repeat? There is no one, he's saying. So he's pouring out his heart. He's saying there is no one who could just push me to the water. അവിടെ തന്നെ ആ വെള്ളത്തിലേക്ക് ഇറക്കുവാനായിട്ട് ആക്കുവാനായിട്ട് പോലും അവിടെ ആരുമില്ല എന്ന് താൻ പറയുകയുണ്ടായി. There is no one who has that kind of a heart to take me to the water. മറ്റാർക്കും തന്നെ ആ ഒരു വെള്ളത്തിലേക്ക് ഇറക്കുവാൻ ഒരു കരുണ പോലും തോന്നുന്നില്ല എന്ന് അവൻ പറയുകയാണ്. And in other word, he is trying to say, Lord, I have no one. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, കർത്താവേ, എനിക്ക് ആരും തന്നെ ഇല്ല. There is no one. ആരും ഇല്ല. And there is no one who even values me. ആരും എനിക്കൊരു വില കൽപ്പിക്കുന്നില്ല. There is no one who finds that I am worthy even to be taken to the water. എന്നെ ഒന്ന് ആ വെള്ളത്തിലേക്ക് ഇറക്കുവാൻ പോലും ആരും പരിഗണിക്കുന്നില്ല. And what would be my tomorrow, I don't know. നാളെ എനിക്ക് എന്താകും എന്ന് പോലും എനിക്ക് അറിയത്തില്ല. But I know one thing, I am worthless. എന്നാൽ എനിക്ക് ഒരു കാര്യം അറിയാം, എനിക്ക് യാതൊരു വിലയും ഇല്ല. This is a group of people we mostly involved with. ഈ ഒരു രീതിയിലുള്ള സമൂഹമാണ് നാം കൂടുതലും കാണപ്പെടുന്നത് നമ്മുടെ ഇടയിൽ. They don't have anyone, they don't have anything to just value themselves with. അവരെ തന്നെ യാതൊരു മൂല്യവും കൽപ്പിക്കുവാൻ കഴിയാത്ത ഒരു കൂട്ടരായിട്ട് കാണുന്നു. And they lack so much that they can think nothing about tomorrow. അവർക്ക് ഒന്നുമില്ലാത്ത അവസ്ഥ, നാളെ എന്ത് സംഭവിക്കും എന്ന് അറിഞ്ഞുകൂടാതെ ഈ കഷ്ടപ്പെട്ട ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കൂട്ടം ജനം.
You know, I call them the men with worthless. ഞാൻ ഇങ്ങനെ അവരെ കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു, വിലയില്ലാത്ത മനുഷ്യൻ. Second kind of people, രണ്ടാം തരത്തിലുള്ള മനുഷ്യർ എന്ന് പറയുന്നത്, those who let's read Matthew 8. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം verses 1 to 4. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക്കുക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുത്. അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞു. Okay, there is a man who is leper. ഇവിടെ നാം ഒരു കുഷ്ഠരോഗിയെ ആണ് നാം കാണുന്നത്. You don't read this, it's a small boy. അവിടെ ഒരു ചെറിയ മനുഷ്യൻ അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ മനുഷ്യനായിട്ടൊന്നും നാം അവിടെ കാണുന്നില്ല. He is a man who is a leper. അവൻ ഒരു പ്രായപൂർത്തിയായ ഒരു മനുഷ്യനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. Leprosy takes at least 5 years to come into the full force. കുഷ്ഠം എന്ന് പറയുന്ന അസുഖം 5 വർഷം എടുക്കും അത് പുറമേ കാണിക്കുവാൻ. So definitely this man would have been adult man. He would have infected with the leprosy virus at his teens or at his adult age. ആ മനുഷ്യൻ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, അവനൊരു പ്രായപൂർത്തിയായ മനുഷ്യൻ ആയിരിക്കാം ആ കുഷ്ഠരോഗി എന്നുള്ളത്. And this man was isolated, right? I mean, he had again been thrown out of the camp, out of the city. ഈ മനുഷ്യനെ സംബന്ധിച്ചും നമുക്ക് പറയുവാനായിട്ട് കഴിയും, അവൻ ഒരു ഒറ്റപ്പെട്ട അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. We saw the other man who was in John chapter 5. He was in the midst of the people but had no worth. നാം യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ സമൂഹത്തിന്റെ മധ്യയുള്ള ഒരു വ്യക്തിയെ കുറിച്ച് കണ്ടു, പക്ഷേ എന്നാൽ അവന് യാതൊരു വിലയും സമൂഹം കൽപ്പിക്കുന്നില്ല. Here is a man, he has no worth and he has been isolated all out from the city. ഇവിടെ നാം ഒരു മനുഷ്യനെ കാണുന്നുണ്ട്, ഇവൻ ആ സമൂഹത്തിൽ പോലുമില്ല, തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ കഴിയുന്ന ഒരു മനുഷ്യൻ. Can you imagine? He doesn't even have someone even to touch him. അവന് ഒരിക്കലും തന്നെ ഒരാൾ തൊടുക എന്നുള്ളത് ചിന്തിക്കുവാനായിട്ട് പോലും കഴിയത്തില്ല. He cannot, think of people serving him even a food standing nearby. തന്റെ സമീപത്ത് നിന്ന് മറ്റൊരു വ്യക്തി ആഹാരം കൊടുക്കുന്നതിനെ കുറിച്ച് പോലും ചിന്തിക്കുവാനായിട്ട് കഴിയത്തില്ല. Forget about a hug or a smile or a handshake. അവനെ ആലിംഗനം ചെയ്യുവാനോ അവനെ കൈ കൊടുക്കുന്നതോ അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. So this guy was so isolated, so broken, so abandoned that he had no value at all, not only in terms of the society but also in his own eyes. ഈ ഒരു മനുഷ്യനെ കുറിച്ച് നോക്കുമ്പോൾ മുഴുവനായിട്ട് തകർന്ന് ആ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് തനിക്ക് തന്നെ ഒരു വിലയും കൽപ്പിക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരിക്കുന്ന ഒരു മനുഷ്യൻ. And you see this man making a suicidal attempt, jumping before the Lord and the crowd. ഈ ഒരു മനുഷ്യൻ ഒരു ആത്മഹത്യ ചെയ്യുന്നത് പോലെ തന്നെ ആ സമൂഹത്തിലേക്ക് താൻ എടുത്തു ചാടി വരികയാണ്. Because if you read carefully the laws of the land, you will find that he has to be stoned till death if he comes near to the human to the congregation. അന്നത്തെ രീതി വെച്ച് ഒരു സമൂഹത്തിലേക്കോ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിനിടയിലേക്കോ ഈ ഒരു അസുഖമുള്ള ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ അവനെ കല്ലെറിഞ്ഞു കൊന്നു കളയണം എന്നതാണ് അവിടുത്തെ വ്യവസ്ഥ. And here is a man who jumps just before the Lord out of the blue. പെട്ടെന്ന് ഈ ഒരു കുഷ്ഠരോഗിയായ മനുഷ്യൻ കർത്താവിന്റെ ആ ഒരു ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് വരുന്നതായിട്ടാണ് നാം ഇവിടെ കാണുന്നത്. And his frame of mind is very clear.
അവന്റെ മനസ്സിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. Lord, if you can heal me, it's okay. I will be fine, or else I am ready to die. അവിടെ അവൻ പറയുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും, അല്ലെങ്കിൽ ഞാൻ മരിക്കുവാനും തയ്യാറാണ്. That's a suicidal attempt actually. അതൊരു ആത്മഹത്യ പരമായ കാര്യമായിട്ട് നമുക്ക് പരിഗണിക്കുവാൻ കഴിയും. And we see the people around us who are of this mentality. നമ്മുടെ ചുറ്റുമുള്ള ആ ഒരു സമൂഹം എന്ന് പറയുന്നത് ഈ ഒരു മനോഭാവമുള്ളവരാണ്. They are so insecure for tomorrow. അവര് ഭാവിയെ കുറിച്ച് അരക്ഷിതാവസ്ഥയിൽ, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാത്തവരാണ്. If they fail in one thing, they think the life is over. അവർ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം കഴിഞ്ഞു എന്ന മാനസികാവസ്ഥയിലാണ്. If I get through this exam, or else I'll die. ആ ഒരു പരീക്ഷയിലൂടെ ഞാൻ പാസ്സായാൽ, അല്ലെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എനിക്ക് മരണമാണ് എന്നതാണ് അവർ ചിന്തിക്കുന്നത്. If I succeed in the career, it's okay, or else it's better to hang. എന്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ ജീവിതം ശരിയാണ്, അല്ലെങ്കിൽ ഞാൻ മരിക്കാൻ പോവുകയാണ്. So it's a man with a suicidal attempt. ആ മനുഷ്യനെ സംബന്ധിച്ച് ഒരു ആത്മഹത്യാപരമായ ഒരു പ്രവണതയാണ് ഉള്ളിലുള്ളത്. So there are two kind of people we are mostly we will deal across with our lifetime, with our life. ഈ രീതിയിൽ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലും രണ്ട് രീതിയിലുള്ള മനുഷ്യരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. One, the man with worthlessness. ഒന്നാമത്തത് ഒരു വിലയും തനിക്ക് തന്നെ കൽപ്പിക്കുവാൻ കഴിയാത്ത ഒരു മനുഷ്യൻ. Second, the man with a suicidal heart. മറ്റൊരു മനുഷ്യൻ എന്ന് പറയുന്നത് ആ മനുഷ്യൻ തന്നെ ആത്മഹത്യാ പ്രവണത ഉള്ളിലുള്ള മനുഷ്യൻ. So these are the insecurities which people have, or you and me even can have when we are troubled, or we are in fear of insecurity. നമ്മുടെയോടുള്ള ബന്ധത്തിലും ഈ രീതിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യനായിട്ട് നമുക്ക് സാമ്യപ്പെടുത്തുവാനായിട്ട് കഴിയും, നാം പരാജയത്തിലോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിൻ്റെതായ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ. And third, I will bring introduce to a lady whom I call it the woman with infidelity, or woman with wrong choices. മൂന്നാമതായിട്ട് ഞാൻ ഒരു സ്ത്രീയെ പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു, ഒന്നുമില്ലാത്ത ഒരു സ്ത്രീ. No, wrong choices. Women with wrong choices. തെറ്റായ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്ന ഒരു സ്ത്രീ. And we come across with her, with such kind of people around us. ആ രീതിയിലുള്ള മനുഷ്യരെ നമുക്ക് ചുറ്റും നമുക്ക് കാണുവാനായിട്ട് കഴിയും. And they do have the fear of insecurity. What would be tomorrow? They don't know. അവർക്കും ഈ രീതിയിൽ ഭാവിയുടെ അരക്ഷിതാവസ്ഥ അവരെയും ഭരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. But they have made the wrong choices, and they are continuing in the wrong choices, making mistakes after mistakes. അവരും തെറ്റായ തിരഞ്ഞെടുപ്പുകൾ നടത്തി ഒരു തെറ്റിൽ നിന്ന് മറ്റൊരു തെറ്റിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. So this woman was woman with infidelity. She had sexual unfaithfulness. ആ ഒരു സ്ത്രീ ഒരു എന്താ പറയാ അവിശ്വസ്തതയുള്ള ഒരു സ്ത്രീയെ കുറിച്ചാണ് നാം അവിടെ കാണുന്നത്. John chapter 4. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം. And if you could read verses 13 to 17, please. 4-ാം അധ്യായം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യേശുവോട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരയണം എന്ന് പറഞ്ഞു. യേശു അവളോട്, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. Next verse also, please. 18-ാം വാക്യം. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. Can you imagine the status of this lady? ഈ ഒരു സ്ത്രീയുടെ സാഹചര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? She had been sharing the bed with the people, and now she is sharing a bed with someone whom she is not even married.
തന്റെ കിടക്ക പലരുമായിട്ട് പങ്കുവെക്കുകയും ഇപ്പോ പങ്കുവെക്കുന്ന ഏതോ ഒരു അപരിചിതരുമായിട്ട് അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്ത ഭർത്താവ് എന്ന് പറയുവാൻ കഴിയാത്ത ഒരാളുമായിട്ട് പങ്കുവെക്കുന്നു. And she doesn't have any right on him. അവളിൽ ഒരു ശരിയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. No. She doesn't have any right, any authority on him. അവനിൽ അവൾക്ക് യാതൊരുവിധ അധികാരവുമില്ല. The woman who had made her wrong choices is been continuing in the wrong choices with a complete failed heart. ഇവിടെ നാം കാണുന്ന ആ സ്ത്രീ എന്ന് പറയുന്നത് തെറ്റായ തിരഞ്ഞെടുപ്പ് നടത്തുകയും ആ തെറ്റായ തിരഞ്ഞെടുപ്പിൽ തുടർന്നുകൊണ്ട് തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം കാണുവാനായിട്ട് കഴിയും. You know, she is not even having a boldness to say that I have a husband. അവൾക്ക് ധൈര്യത്തോടെ നിന്ന് എനിക്കൊരു ഭർത്താവ് ഉണ്ടെന്ന് പറയുവാനായിട്ട് ഉള്ള ധൈര്യമില്ല. Because she was having 5 husbands in the past. They all left him or they all abandoned him, and now she is with someone whom she doesn't even dare to relate with him. അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ അവരെ ഉപേക്ഷിക്കുകയോ അവരെ വിട്ടുപോവുകയോ ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോഴുള്ളവനോ ഭർത്താവെന്ന് പറയുവാൻ പോലും കഴിയാത്തവൻ. Can you imagine the status of this woman? ഈ ഒരു സ്ത്രീയുടെ അവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? I'm having a friend who worked in a number of areas. എനിക്കൊരു സുഹൃത്തിനെ അറിയാം, ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചെയ്ത ഒരു വ്യക്തി. His only objective was to make money. അവന്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പണം സമ്പാദിക്കുക എന്നുള്ളത് മാത്രമാണ്. And he worked in different areas, different sectors. അവൻ പല മേഖലകളിലും പല സ്ഥലങ്ങളിലും ജോലി ചെയ്തു. He hardly used to work for 2 to 3 years, then again jump to the new arena and then to new place, and it went on and went on and went on. 2-3 വർഷം ഒരു സ്ഥലത്ത് ജോലി ചെയ്യും, അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സ്ഥലത്തിലേക്ക് പോകും. ഇങ്ങനെ മാറി മാറി അവൻ പൊയ്ക്കൊണ്ടേയിരുന്നു. He always went after the money. അവൻ എപ്പോഴും പണത്തിന് പിന്നാലെ പോകുന്നവനായിരുന്നു. And after 20 years of his career, when I look back, he doesn't have a job. 20 വർഷങ്ങൾക്ക് ശേഷം തന്റെ തൊഴില് പരിശോധിക്കുമ്പോൾ തനിക്കിപ്പോ ഒരു ജോലി ഇല്ലാത്ത അവസ്ഥയിലായി തീർന്നിരിക്കുന്നു. And now he's applying for past 4-5 months. He's applying for many jobs and unable to get. ഈ ഒരു സമയത്ത് അവൻ 4-5 ജോലികളിലേക്ക് അവൻ അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പോ ഒരു ജോലിയും അവനില്ല. The reason is, അതിന്റെ കാരണം എന്ന് പറയുന്നത്, he never was consistent with one particular job. അവൻ ഒരു തൊഴിലിലും ഉറച്ചു നിന്നില്ല എന്നുള്ളതാണ് അവനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കുറവ്. And he's unable to identify any skill in him. തന്നിലുള്ള കഴിവ് ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. Now he is in a situation where he wants to start anything with a mere salary. ഈ ഒരു അവസ്ഥയിൽ അവൻ എന്ത് ജോലിയും ഒരു ചെറിയ ശമ്പളത്തോടു കൂടി ചെയ്യാനോ ഉള്ള അവസ്ഥയിലായിരിക്കുന്നു. Because he has to feed his wife, his family. അവന്റെ കുടുംബത്തെയും അവന്റെ ഭാര്യയും ഒക്കെ അവന് നോക്കേണ്ടതായിട്ടുണ്ട്. Whereas others who started with him are in a better position in terms of jobs. തന്നോടൊപ്പം തുടങ്ങിയ മറ്റു പലരും നല്ല വലിയ സ്ഥാനങ്ങളിൽ അവർ തൊഴിൽപരമായും സാമ്പത്തികമായിട്ടുമായിരിക്കുന്നു. They did not bother as far as their job, their salary was concerned, but they just went on with a skill development as they progressed in the years ahead. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പണത്തിന് പിന്നാലെ പോവാതെ അവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്തി എടുക്കുന്നതിലേക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. And the increase in the salary, increase in the packages was seen in their progress. അവരുടെ ഓരോരുത്തരുടെയും ജോലി തലങ്ങളിൽ അവരുടെ ശമ്പളം അല്ലെങ്കിൽ വേതനം ഓരോ ഘട്ടം ഘട്ടമായിട്ട് കൂടുന്നതായിരിക്കുന്നു. So what I wanted to say is, one wrong choice can destroy your identity.
ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, തെറ്റായ ഒരു തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ വ്യക്തിത്വം തന്നെ നശിപ്പിക്കുവാനായിട്ട് പാകത്തിലുള്ളതാണ്. You cannot build a life on the foundation of wrong choices. തെറ്റായ തിരഞ്ഞെടുപ്പുകളിൽ മേൽ നിങ്ങൾക്ക് ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാനായിട്ട് കഴിയത്തില്ല. You need to restart from the foundation and start building it as per the will of God. ആ അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ പിന്നെയും പണി തുടങ്ങി കർത്താവിന്റെ ഹിതത്തിനനുസരിച്ച് വളർന്നു വരണം. So wrong choices can be a debacle in one's life. തെറ്റായ തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ പുറകോട്ടടിക്കുന്നതായി മാറും. And that can lead you to insecurity where you do not have your own identity. അത് നമ്മെ ഭാവിയിലെ അരക്ഷിതാവസ്ഥയിലേക്ക്, നമ്മുടെ വ്യക്തിത്വം ഇല്ലായ്മയിലേക്ക് നമ്മെ നയിക്കും. And that is what happened with this lady. അതാണ് ഈ ഒരു സ്ത്രീയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. She had no identity, or she had nothing to belong to. അവക്ക് സ്വന്തം എന്ന് പറയുവാനായിട്ട് പോലും ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അവൾ എത്തിച്ചേരുന്നു. Imagine she had no one even to say that this is my husband. ഒരു മനുഷ്യനെ പോലും അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പോലും തനിക്ക് സ്വന്തമായിട്ട് ഇതാണ് എന്റെ ഭർത്താവ് എന്ന് പറയുവാനായിട്ട് കഴിയാത്ത അവസ്ഥ. So we see such kind of three kind of people across our circle. മൂന്ന് തരത്തിലുള്ള നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യരെ കുറിച്ചാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. And they fear with their insecurity. അവരുടെ എല്ലാവരുടെയും ഭയം എന്ന് പറയുന്നത് അരക്ഷിതാവസ്ഥയാണ്. They reach to a stage where they are totally worthless. അവരാർക്കും സ്വന്തമായിട്ട് തന്നെ ഒരു വിലയും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുന്നു. Second, they reach to a stage where they think they come with a suicidal heart. രണ്ടാമതായി നാം കണ്ടത് ആത്മഹത്യ പ്രവണത ഉള്ള മനോഭാവമുള്ള ഒരു വ്യക്തിയിലേക്ക് അവർ എത്തിച്ചേരുന്നു. And third, they come to a stage where they feel themselves unidentified with the people because of their wrong choices. തെറ്റായ തെരഞ്ഞെടുപ്പുകൾ മൂലം സ്വന്തമായിട്ടൊരു വ്യക്തിത്വം പോലും ഇല്ലാത്ത ഒരു വ്യക്തിയെ കുറിച്ച് നാം കാണുന്നു. Now you will consider, when we take these three examples, you will see that only one is in our control. You know, one kind of people are the one only we have the control of as a human being. Sorry? There is one situation where we have a control as a human being. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു കാര്യത്തിൽ മാത്രമാണ് നമുക്ക് നിയന്ത്രണമുള്ളത്. That means we can make the right choices and be strong. അത് എന്ന് പറയുന്നത് ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്തുകയും ശക്തീകരിക്കപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്നത്. That is the third situation as far as this is concerned. The story we studied from the life of Samaritan woman. അതാണ് നാം ഈ സമരിയ സ്ത്രീയുടെ ജീവിതത്തോടനുബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. But there are two stages where we do not have control. മറ്റു രണ്ട് അവസ്ഥയിലും നമുക്ക് നമ്മുടെ മേൽ നിയന്ത്രണം ഇല്ലാത്ത അവസ്ഥയിലാവുന്നു. But it seems that we do not have control, but we definitely can have the attitudinal control on those situations also. The situation of worthlessness and situation of suicidal heart. ഈ രണ്ട് സാഹചര്യങ്ങളും പ്രാഥമിക ദൃഷ്ടിയിൽ നമുക്ക് നിയന്ത്രണം ഇല്ലാത്തതായി അനുഭവപ്പെടുന്നു എങ്കിലും ശരിക്കും നമുക്ക് അതിനെ നിയന്ത്രിക്കുവാനായിട്ട് കഴിയും എന്നുള്ളത്, ഒന്ന് സ്വന്തമായിട്ട് തന്നെ വിലയില്ലാത്ത ഒരു അവസ്ഥയും മറ്റൊരു രണ്ടാമതായി നാം ചിന്തിച്ച സാഹചര്യത്തിൽ പോലും. I hope you are able to follow me. നിങ്ങൾക്ക് എന്നെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. I know I am going jumping little deep and little quick. ഞാൻ വേഗത്തിലും കുറച്ച് ആഴത്തിലും പോകാനായിട്ട് നോക്കുകയാണ്. So I want you all to just hear me carefully. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. I'm just taking the case study of three people here. മൂന്ന് വ്യക്തികളുടെ ജീവിത അനുഭവങ്ങളെ എടുത്താണ് ഞാൻ ഇവിടെ പറഞ്ഞത്. The person of John chapter 5, he is called the man of worthlessness. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ തന്നെ വിലയില്ലാത്ത ഒരു മനുഷ്യനെ കുറിച്ച് നാം കാണുന്നു. Second, the man with suicidal heart. രണ്ടാമതായിട്ട് ആത്മഹത്യ പ്രവണതയുള്ള ആ മനുഷ്യനെ, കുഷ്ഠരോഗിയായ മനുഷ്യനെ കുറിച്ച് നാം കാണുന്നു. And third, the women with wrong choices, the
Samaritan lady in John chapter 4. മൂന്നാമതായിട്ട് ശമരിയ സ്ത്രീയിലൂടെ നമുക്ക് തെറ്റായ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്ന ഒരു കൂട്ടം ആൾക്കാരെ കുറിച്ച് നാം കാണുന്നു. So it seems that these are certain people, we may say that I am sick, therefore, I cannot do, I have no one to take care of me, therefore I can do nothing. There is no one to support me or to where I can rely on. We can make our own reasoning in order to substantiate our insecurity. നമ്മുടെ അരക്ഷിതാവസ്ഥയെ പലപ്പോഴും ന്യായീകരിക്കുവാനായിട്ട് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് എന്നെ സഹായിക്കുവാൻ ആരുമില്ല, എനിക്കൊന്നിനും കഴിവില്ല എന്നുള്ള അനേക വാചകങ്ങൾ നാം ഒരുപക്ഷെ പറയുമായിരിക്കാം. But that is not reality. എന്നാൽ അതല്ല യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. And that is exactly what Jesus Christ wanted to tell all of them. അത് തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു അവരെയും പഠിപ്പിക്കുവാനായിട്ടും പറഞ്ഞു മനസ്സിലാക്കുവാനും ശ്രമിച്ചത്. Now I want to introduce this Lord as an amazing shepherd who is taking care of these people. ഈ ഒരു മൂന്ന് കൂട്ടരിലും കർത്താവായ യേശുക്രിസ്തു ഒരു നല്ല ഇടയനായിട്ട് പരിഗണിച്ചുകൊണ്ട് അവിടെ ഇടപെടുന്നതായിട്ട് കാണുന്നുണ്ട്. Just look at the Lord, how he is taking care of these people. കർത്താവ് എന്ന നിലയിൽ ആ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ആ വ്യക്തികൾ എങ്ങനെയാണ് കർത്താവ് ഇടപെടുന്നത്? I want you to just concentrate on 3 areas of the Lord, and then we will finish this study. കർത്താവിനോടുള്ള ബന്ധത്തിലുള്ള ആ 3 തലങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചുകൊണ്ട് ഈ പഠന പരമ്പര നിർത്താമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. Number 1, look at the approach of the Lord. ഈ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സംഭവത്തിൽ കർത്താവിന്റെ മനോഭാവം അല്ലെങ്കിൽ പ്രതികരണം എങ്ങനെയായിരുന്നു? How does Lord approach these kind of people? ഈ മനുഷ്യരെ കർത്താവ് എങ്ങനെയാണ് അഭിമുഖീകരിച്ചത്? Now look at the first one, John chapter 6 verse 2, verse 3 and 4. John 5. Yeah. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം, verse please. Verse 3 and 4 and 5. Keep your finger in all these 3 places. We will be fiddling between these verses. നിങ്ങൾ ഈ മൂന്ന് ഭാഗങ്ങളും നിങ്ങളുടെ ഓർമ്മയിൽ വയ്ക്കുക. ഒന്നാമതായിട്ട് നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 3, 4, 5 വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കാം. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. Next verse also. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ. Now Jesus Christ is coming all the way to address this man who was there for 38 years. കർത്താവായ യേശുക്രിസ്തു ഈ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അവസാനം ഈ ഒരു 38 വർഷമായി കിടക്കുന്ന ആളുടെ അടുത്തേക്ക് എത്തുകയാണ്. It is Lord knows that he cannot go to him. കർത്താവിന് അറിയാം അവന് തന്റെ അടുക്കലേക്ക് വരുവാനായിട്ട് കഴിയുകയില്ല എന്ന് കർത്താവിന് അറിയാം. Jesus Christ, the moment he enters Jerusalem, you will start reading from at the end of chapter 4 of verses, last verses of chapter 4, and then first 2 verses of chapter 5. You will see the moment he enters Jerusalem, he is coming to meet this man. നമ്മൾ ഈ ഭാഗത്തിന്റെ തുടക്കത്തിൽ നാം നോക്കിയാൽ 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗവും 5-ാം അധ്യായത്തിന്റെ 1-2 വാക്യത്തിലേക്ക് നോക്കിയാൽ അവൻ യെരൂശലേമിലേക്ക് കടന്ന ഉടനെ തന്നെ ഈ മനുഷ്യന്റെ അടുക്കലേക്കാണ് അവൻ വരുന്നത്. This is how he approaches the man who is having a worthlessness. ഒരു വിലയും തനിക്ക് തന്നെ കൽപ്പിക്കുവാനായിട്ട് കഴിയാത്ത ആ മനുഷ്യനിലേക്ക് ആ കർത്താവായ യേശുക്രിസ്തു കടന്നു വരുന്ന അല്ലെങ്കിൽ അവൻ പ്രതികരിക്കുന്ന അവൻ ചെയ്യുന്ന കാര്യമാണ് നാം ഇവിടെ കാണുന്നത്. What an amazing Lord we have, my beloved. പ്രിയ സഹോദരി സഹോദരന്മാരെ, എത്ര മനോഹരമായ എത്ര നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. The shepherd, the good shepherd, the creator of the entire universe, the one who holds everything in his fingers. ഈ ലോകത്തിന്റെ സൃഷ്ടാവ്, ഈ ലോകത്തിന്റെ എല്ലാം നിയന്ത്രണം വഹിക്കുന്നവൻ, തന്റെ കരങ്ങളിൽ എല്ലാം നിയന്ത്രണങ്ങളുമുള്ള ആ വ്യക്തി is coming to meet this man. ഈ മനുഷ്യനെ കാണുവാനായിട്ട് അവൻ കടന്നു വരികയാണ്.
chapter 8 of Matthew. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. There you will read, he's stopping there to listen this man with leprosy. 8-ാം അധ്യായത്തിൽ മത്തായി സുവിശേഷം 8-ലോട്ട് വരുമ്പോ കർത്താവായ യേശു ക്രിസ്തു ഈ മനുഷ്യന്റെ വാക്കുകൾ കേൾക്കുവാനായിട്ട് അവൻ അവിടെ നിൽക്കുകയാണ്. It's not that he left this man, he jumped before him, therefore he kicked him and then he went on his walk. Sorry? It is not that the Lord is coming down from the mountain, this leopard jumps before the Lord. It is not the Lord who just overpasses him and goes in his way. കർത്താവായ യേശു ക്രിസ്തു ആ മലയിൽ നിന്ന് ഇറങ്ങി വരികയും പെട്ടെന്ന് ഈ മനുഷ്യൻ അവനെ ആ വഴിയിലേക്ക് കടന്ന് ചാടി വരികയും കർത്താവായ യേശു ക്രിസ്തു പക്ഷെ അവനെ കടന്നു പോകുന്നതായിട്ടൊന്നും നാം അവിടെ കാണുന്നില്ല. He is stopping there. അവൻ അവിടെ നിൽക്കുകയാണ്. He is stopping and there are big multitude behind him. അനേക ആൾക്കാർ തന്നെ പിന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിന്നിൽ വരുന്നുണ്ട്. And they all have stopped, I suppose. അവരെല്ലാവരും അവിടെ നിന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. Or they all have surrounded this man. അവരെല്ലാവരും ഈ മനുഷ്യനെ വളഞ്ഞിട്ടുണ്ടാവാം. The Lord and this particular man is the center point at that whole crowd now. എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രം എന്ന് പറയുന്ന ഈ മനുഷ്യനിലേക്ക് ആയിത്തീരുകയാണ്. Can you imagine the value, the approach the Lord is having for this man? ഈ മനുഷ്യനോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ മനോഭാവം ഏത് രീതിയിലാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുമോ? Lord is making him such a important phenomena in the entire crowd. ആ ജനസമൂഹത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു വളരെ പ്രാധാന്യമുള്ള ഒരു പ്രവർത്തനം അവിടെ ചെയ്യുകയാണ്. No, he's making this man a big phenomena. ഈ ഒരു മനുഷ്യനെ ആ ഒരു വലിയൊരു സംഭവമാക്കി മാറ്റുകയാണ്. You just imagine if you are in a huge stadium full of people and a Virat Kohli just picks one guy from the crowd and gives him his bat. How would it be? നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റേഡിയത്തിൽ നിന്ന് വിരാട് കോഹ്ലി എന്ന ക്രിക്കറ്റ് കളിക്കാരൻ ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുക, എന്താണ് അനുഭവപ്പെടുക? How would that man would feel among those thousands of people? ആ ജനസമൂഹത്തിന്റെ മുമ്പിൽ നിന്നുള്ള ആ മനുഷ്യൻ എന്ത് വികാരമായിരിക്കും തോന്നുക? You know, Jesus Christ is making the man who was having a leprosy, making him an extraordinary phenomena in the entire crowd. ആ ഒരു ജനസമൂഹത്തിന്റെ മധ്യത്തിൽ ഈ ഒരു മനുഷ്യനെ അവൻ വലിയ പ്രാധാന്യമുള്ളതാക്കി മാറ്റുകയാണ്. That is the shepherd we have, my beloved. അതാണ് നമ്മുടെ ഇടയൻ എന്ന് പറയുന്നത്, പ്രിയ സഹോദരി സഹോദരന്മാരെ. Look at the approach of the Lord in terms of this lady who made ആ ഒരു സ്ത്രീയിലേക്ക് നാം കടന്നു വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് ഇടപെട്ടത്? Read verse 4, 5. Chapter 4 of John. Yeah. Verse please. Verse chapter 4 and 5 of chapter 4. 4ഉം 5ഉം വാക്യം. അവൻ ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണി നേരമായിരുന്നു. ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിക്കുവാൻ തരുമോ എന്ന് ചോദിച്ചു. Lord is sitting there and he is waiting for this lady to come. ആ കർത്താവായ യേശു ക്രിസ്തു അവിടെ ഇരുന്ന് ഈ ഒരു സ്ത്രീക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. We may feel it is an accident. നമുക്ക് ഒരുപക്ഷെ തോന്നുമായിരിക്കും ഇത് യാദൃച്ഛികമായി നടന്നതാണ് എന്ന്. But basically he is waiting for her to come all the way in order to get some water. എന്നാൽ നാം ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാം നടന്നിട്ട് അതുവഴി എത്തി അവിടെ ക്ഷീണിച്ച് കർത്താവായ യേശു ക്രിസ്തു അവിടെ ഇരിക്കുകയാണ്. There are many wells on that area. ആ പ്രദേശത്ത് അനേക കിണറുകളുണ്ട്. But he is waiting for that particular well so that the Samaritan lady can come, because he is Lord God. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഒരു പ്രത്യേക കിണറിനരികെ തന്നെ വന്ന് ഇരുന്ന് ആ സ്ത്രീക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്.
He could have gone inside the well and he could have fetched the water and drank. കർത്താവായ യേശു ക്രിസ്തു ദൈവമായതുകൊണ്ട് ഒരുപക്ഷെ ആ കിണറ്റിൽ ഇറങ്ങി വേണമെങ്കിൽ വെള്ളം കുടിച്ചിട്ട് പോവാം. But he is waiting for the lady to come so that he can begin the interaction, and then he can do a wonderful ministry there. എന്നാൽ ഈ ഒരു സ്ത്രീക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു അവിടെ കാത്തിരുന്ന് അവളോട് ഇടപെടുവാനായിട്ട് കാത്തിരിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയും. My beloved, you have an amazing shepherd, as we read. He renews your life. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ശക്തിയെ പുതുക്കത്തിലേക്ക് നയിക്കുന്ന കർത്താവാണ്. And he has an amazing approach. അവന് അതിമഹത്തായ അല്ലെങ്കിൽ മനോഹരമായ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു മനോഭാവം അവനുണ്ട്. He comes to you when you are in need. നമ്മൾ ആവശ്യത്തിലായിരിക്കുമ്പോൾ അവൻ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുന്നു. He stops for you when you are in need. നാം ആവശ്യത്തിലായിരിക്കുമ്പോൾ അവൻ നമ്മുടെ ഇടയിലൂടെ കടന്നു പോകാൻ നമുക്ക് വേണ്ടി അവിടെ നിൽക്കുന്നു. He waits for you when you are in need. നാം ആവശ്യത്തിലായിരിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. That is the approach of the Lord. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനോഭാവം. Now, quickly I'll go further. The first is approach of the Lord. Second is response of the Lord. ആദ്യം ഞാൻ കർത്താവിന്റെ മനോഭാവവും അത് കഴിഞ്ഞ് കർത്താവിന്റെ പ്രതികരണത്തിലേക്ക് വരികയാണ്. Now come to chapter 5 of John. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിലോട്ട് കടന്നു വരിക. What is the response of the Lord? അവിടെ കർത്താവിന്റെ പ്രതികരണം എന്തായിരുന്നു? When he is saying, Lord, I do not have anyone to just take me to the water. Lord says, you don't need anybody. You rise and walk. അവിടെ അവൻ പറയുകയാണ്, എന്നെ ആരും ആ വെള്ളത്തിലേക്ക് ഇറക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന് അവൻ പറയുമ്പോ അവിടെ കർത്താവ് പറയാണ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ പറയാ, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക. You just walk and walk and walk. നടക്കുക, മുന്നോട്ട് നടക്കുക, പിന്നെയും മുന്നോട്ട് നടക്കുക. That is what you wanted to do in your lifetime, right? So walk, rise and walk. അത് തന്നെയാണ് നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. എഴുന്നേൽക്കുക, നടക്കുക, എഴുന്നേൽക്കുക, നടക്കുക. God wants to give you the best. God wants to satisfy your desire because he is the good shepherd who loves his sheep. അവൻ നമുക്ക് ഏറ്റവും നല്ലത് തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവൻ നമ്മെ സ്നേഹിക്കുന്ന നല്ല ഇടയനാണ്. Now come back to chapter 8 of Matthew. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോ what does he do? അവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രതികരണം എന്തായിരുന്നു? He touches and അവൻ ആ കുഷ്ഠരോഗിയായ വ്യക്തിയെ തൊടുകയാണ്. This leper would have been longing for a touch of a human being. ഒരു മനുഷ്യനിൽ നിന്ന് ഒരു തലോടൽ അല്ലെങ്കിൽ ഒരു തൊടുവാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ഹൃദയം ആ മനുഷ്യൻ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. There would have been dogs or pigs or animals, those who could have touched him or he would have touched them. ഒരു പക്ഷേ അനേക മൃഗങ്ങളോ അല്ലെങ്കിൽ നായ്ക്കളോ ഒക്കെ തന്നെ സമീപത്തൂടെ അതിനെ തൊടുകയും അത് അദ്ദേഹത്തെ തൊടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. But there was no human being who was ready to touch him. എന്നാൽ ഒരു മനുഷ്യൻ പോലും തന്നെ തൊടുവാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. Can you imagine the Creator himself extends his hand and just touches him, hugs him, and speaks him? എന്നാൽ സൃഷ്ടാവായ ദൈവം തന്റെ കൈ നീട്ടി അവനെ തൊടുകയാണ്. That is what he was longing for, right? അത് തന്നെയാണ് അവൻ ആഗ്രഹിച്ചു ഇരിക്കുന്ന കാര്യം. This is the shepherd we have, my beloved. ഇതാണ് നമ്മുടെ നല്ല ഇടയൻ, പ്രിയ സഹോദരി സഹോദരന്മാരെ, who renews our strength, our life, our soul in order to take us to the righteous path. നമ്മുടെ പ്രാണനെ പുതുക്കത്തിലേക്ക് നടത്തുന്ന, നമ്മുടെ ശക്തിയെ പുതുക്കുന്ന, നമ്മുടെ ജീവിതത്തെ പുതുക്കി ശരിയായ പാതയിൽ നമ്മെ നടത്തുന്ന കർത്താവ്. How did he respond to the woman? എങ്ങനെയാണ് കർത്താവായ യേശുക്രിസ്തു ആ സ്ത്രീയോട് പ്രതികരിച്ചത്? Read verse 18 and 19 and 20. അതിന്റെ 19ഉം 20ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോഹന്നാൻ 4:19-20. സ്ത്രീ അവനോട്, യജമാനൻ, നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരൂശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. Next. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കുക.
നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. And she believed. Sorry? She believed in the Lord. അവൾ കർത്താവിനെ വിശ്വസിച്ചു. She believed in him as a Messiah. അവൾ കർത്താവിനെ ഒരു മശിഹയായിട്ട് വിശ്വസിച്ചു. Jesus Christ is exposing himself as a Messiah first time to the Samaritan, to the Gentiles. കർത്താവായ യേശു ക്രിസ്തു താനാണ് മശിഹ എന്നുള്ളത് ആദ്യമായിട്ട് വെളിപ്പെടുത്തുന്ന ഈ ശമരിയ സ്ത്രീയുടെ മുമ്പിലാണ്. What a privilege it is for a lady who had 5 husbands, and the one who was living with her is not in her husband, and Jesus Christ is giving the greatest privilege to this lady. എത്ര മഹത്തായ പദവിയാണ് ഈ ശമരിയ സ്ത്രീക്ക് ലഭിച്ചത്. സ്വന്തമായ ഒരു ഭർത്താവ് ഉണ്ട് എന്ന് പോലും പറയാനായിട്ട് കഴിയാത്ത ഈ സ്ത്രീയുടെ മുമ്പിലായിട്ട് കർത്താവായ യേശു ക്രിസ്തു ആദ്യം തന്നെ വെളിപ്പെടുത്തുകയാണ്. My beloved, when you really long, when you really break down in your life, and when you are in fear, പ്രിയ സഹോദര സഹോദരന്മാരെ, നിങ്ങൾ തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഈ സമയത്ത് Lord is ready to come to you. ദൈവം നിങ്ങളുടെ അടുത്ത് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. And he really wants to respond to your call. നിങ്ങളുടെ ആഗ്രഹത്തിനും അനുസരിച്ച്, നിങ്ങളുടെ നിലവിളിക്ക് അനുസരിച്ച് പ്രതികരിക്കുവാനായിട്ട് അവൻ തയ്യാറാണ്. You will not find any shepherd like him. ഈ യവനെ പോലെ ഒരു ഇടയനെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല. So his approach was unique, his response was unique, and third, his purpose is also unique. അവന്റെ മനോഭാവം വിഭിന്നമാണ്, അവന്റെ പ്രതികരണം വിഭിന്നമാണ്, അവന്റെ ഉദ്ദേശവും വിഭിന്നമാണ്. What was the purpose of him healing the man with 38 years? 38 വർഷം രോഗിയായി കിടന്ന മനുഷ്യന്റെ ഉള്ളിലുള്ള ഉദ്ദേശം, കർത്താവിന്റെ ഉദ്ദേശം എന്തായിരുന്നു? Verse 14 of chapter 5. 6-ാം അധ്യായം 48-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. 14:14. 14-ാം വാക്യത്തിൽ, 6-ന്റെ 14-ാം വാക്യത്തിൽ അവൻ ചെയ്ത chapter 5 verse 14. John chapter 5 verse 14. 5-ാം അധ്യായം 14-ാം വാക്യം. അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കുക, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. Is encouraging him that he should not be sinning in order to be again in the clutches of those sickness or those devilish things. കർത്താവ് അവനോട് പറയുകയാണ്, അധികം തിന്മയായത് ഭവിക്കാതിരിക്കുവാൻ ഇനി പാപം ചെയ്യരുത്. What a Lord we have. എത്ര നല്ല ദൈവമാണ് നമുക്കുള്ളത്. He wants to forgive our sins in order to take us home. നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മെ നടത്തുന്ന ദൈവം. If anyone who is listening me has never accepted him as a personal savior, this is a savior I want to introduce to you. ഈ കേൾക്കുന്ന വചനങ്ങൾ കേൾക്കുന്ന ആരെങ്കിലും തന്നെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ മുമ്പായി പറയുവാനായിട്ടുള്ളത് ഇതാണ് നമ്മുടെ രക്ഷിതാവ്. There is no one like him. അവനെ പോലെ മറ്റൊരു വ്യക്തിയില്ല. He is ready to forgive the sins. അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുവാനായിട്ട് തയ്യാറാണ്. This was the purpose of the man. ഇതാണ് അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. This was the purpose of the man with 38 years sickness of 38 years. 38 വർഷം രോഗിയായി കിടന്ന മനുഷ്യനിൽ ദൈവത്തിന്റെ ഉദ്ദേശം ഇതായിരുന്നു. That he should be healed not only physically but also spiritually. അവൻ ശാരീരികമായി സൗഖ്യം പ്രാപിക്കുക മാത്രമല്ല, ആത്മീയമായും സൗഖ്യം പ്രാപിക്കണം എന്നുള്ള ഉദ്ദേശം. What was the purpose of the man with leprosy? ആ കുഷ്ഠരോഗിയ മനുഷ്യന്റെ കർത്താവിന്റെ ഉദ്ദേശം എന്തായിരുന്നു? Verse 4 of Matthew 5. Chapter 8 verse 4, right? Yeah. യേശു അവരോട്, നോക്കൂ, ആരോടും പറയരുത്, അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞു. Next verse. അവൻ കഫർനഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപതി when you read in Luke or in other gospels you will find he went rejoicing and glorifying God.
ഈ ഒരു ഭാഗം തന്നെ നമ്മൾ ലൂക്കോസ് സുവിശേഷത്തിൽ വായിക്കുമ്പോൾ അവൻ സന്തോഷിച്ചും തുള്ളിയും കൊണ്ട് നടന്നു പോയതായിട്ട് നാം വായിക്കുന്നു. And then I'm sure he would have been proclaiming this goodness, this great healing in him all through his area. തന്റെ ജീവിതത്തിൽ നടന്ന ആ ഒരു സൗഖ്യം താൻ തീർച്ചയായിട്ടും തന്റെ ആ സമീപ പ്രദേശങ്ങളിൽ എല്ലാവരോടും താൻ പറഞ്ഞിട്ടുണ്ടാവും. And definitely people would have known about him, right? തീർച്ചയായിട്ടും ആ മനുഷ്യർ, ആ ചുറ്റുമുള്ള മനുഷ്യർ അവനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും. Why? Because he was a leper, now he's healed. അവനൊരു കുഷ്ഠരോഗിയായിരുന്നു, എന്നാൽ അവൻ ഇപ്പോൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. He had been top of the city. അവൻ ആ ഒരു സമൂഹത്തിൽ, ആ ഒരു നഗരത്തിലെ ഏറ്റവും ഉയർച്ചയിലുള്ള അറിയപ്പെടുന്ന ഒരാളായി മാറും. No, top, the samsara vishayam. He would have been the top of the city. എല്ലാവരുടെയും ഇടയിൽ ഒരു സംസാര വിഷയമായി ആ വ്യക്തി മാറുന്നു. This is how the purpose of God is fulfilled in one's life. ഇതാണ് ആ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. Okay, what was the purpose of the Samaritan woman in her life? ശമരിയ സ്ത്രീയോടുള്ള ബന്ധത്തിൽ എന്താണ് കർത്താവിന്റെ ഹിതമായിരുന്നത്? Verse 30, read verse 39 onwards. 39, right? John chapter 4. John chapter 4, 39. Yeah. ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. See, look at the response, the purpose of this lady meeting God. ആ ഒരു ശമരിയ സ്ത്രീയിൽ കർത്താവിന്റെ ഉദ്ദേശം നാം എന്താണെന്ന് നോക്കുക. People believed Christ because of this lady. ഈ ഒരു ശമരിയ സ്ത്രീ കാരണം കർത്താവിൽ അനേകർ വിശ്വസിച്ചു. Can you imagine the purpose being fulfilled through this lady who had no testimony? ഒരു സാക്ഷ്യവുമില്ലാത്ത ഈ സ്ത്രീ മുഖാന്തരം എത്ര പേർ കർത്താവിനെ വിശ്വസിക്കുവാനായിട്ട് ഇടയായി എന്ന് ചിന്തിക്കാമോ? Now I want you to come back again in Psalm 23. നിങ്ങൾ എല്ലാവരും നമ്മുടെ സങ്കീർത്തനം 23-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. Verse 3. അതിന്റെ 3-ാമത്തെ വാക്യം, സങ്കീർത്തനങ്ങൾ 23-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. He renews my strength and guides me to the righteous path for his purpose. അവൻ എന്റെ പ്രാണനെ പുതുക്കത്തിലേക്ക് നടത്തുകയും നീതിയുള്ള പാതകളിലേക്ക് എന്നെ നയിക്കുകയും ചെയ്യുന്നു. Again, he does this for his purpose, not for my holiness. എന്റെ എന്തെങ്കിലും ഗുണത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല അവൻ അവിടെ ചെയ്ത്, അവന്റെ നാമമഹത്വത്തിന് വേണ്ടിയിട്ടാണ് കർത്താവ് അത് ചെയ്യുന്നത്. This is why psalmist again come back to verse 1 which says, I lack nothing. ഇതുകൊണ്ടാണ് ആ സങ്കീർത്തനക്കാരൻ അവിടെ പറയുന്നത്, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. That is the chorus again and again this psalm is sung for, that I lack nothing because he is my Lord. അതുകൊണ്ടാണ് ആ സങ്കീർത്തനക്കാരൻ പല്ലവിയിൽ ഇങ്ങനെ പറയുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്നിങ്ങനെ ആവർത്തിച്ചു പറയുന്നു. Because he rejuvenates when I am totally insecure. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഒന്നുമില്ലാത്തവനായിട്ട് തകർന്നിരിക്കുന്ന സമയത്ത് അവൻ എന്നെ പുതുക്കത്തിലേക്ക് നയിക്കുന്നു. I want you to experience this personally, this Lord as a good shepherd who takes our removes, who regenerates, who renews our strength, our soul, our life in order to guide us to the righteous path for his purpose. പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലാവരും വ്യക്തിപരമായിട്ട് ഈ നല്ല ഇടയൻ നമ്മുടെ പ്രാണനെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ശക്തിയെ പുതുക്കത്തിലേക്ക് നടത്തി നീതിപാതകളിൽ നടത്തുന്ന ആ ദൈവത്തെ വ്യക്തിപരമായിട്ട് അനുഭവിച്ച് അറിയണം. May not his name alone be glorified. ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.